നമസ്തേ. എൻ്റെ മുൻപിലുള്ള വീഡിയോകൾക്ക് നിങ്ങൾ തന്ന സ്വീകരണം തന്നെയാണ് എൻ്റെ ഈ വിധ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. നിങ്ങൾക്കറിയാമായിരിക്കും, ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ശില അമൃതം അധികമായാൽ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്കുള്ളൊരു കുഴപ്പം ഒന്നിനും പരിധികൾ തീരുമാനിക്കില്ല. ഇപ്പം തന്നെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, നല്ല യൗവനയുക്തനായ ഒരു ജിം ട്രെയിനി 24 വയസ്സേ ഉള്ളൂ, വീട്ടിൽ ഉറങ്ങിക്കിടന്ന വഴി മരിച്ചു. അപ്പം അന്വേഷണത്തിൽ മനസ്സിലായത് CKD കംപ്ലീറ്റ് പുള്ളിയുടെ കിഡ്നി തകർന്നു പോയി. അതിന് അവർ കണ്ടുപിടിച്ചത് വേ പ്രോട്ടീൻ്റെ അമിത ഉപയോഗം. അമിതം എന്നുള്ള വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ എന്താണ് വേ പ്രോട്ടീൻ എന്ന് മനസ്സിലാക്കുക. പാലിൽ നിന്നെടുക്കുന്ന ഒരു തരം കോൺസെൻട്രേറ്റഡ് ഫോമാണ് ഈ വേ പ്രോട്ടീൻ കൊണ്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പം അതിൻ്റെ രൂക്ഷഭാവമാണ്. അപ്പോൾ ജിമ്മിൽ പോകുന്ന ആളുകളുടെ പ്രതീക്ഷ അവൻ്റെ മസിൽ ഇങ്ങനെ വളർന്നു നിൽക്കണമെന്നാണ്. എൻ്റെ സുഹൃത്തുക്കളെ, സാധാരണ ജീവിതത്തിൽ ലൈംഗിക ജീവിതത്തിന് പോലും അരാജകത്വം വരും നിങ്ങൾ മസിലിലേക്ക് നിങ്ങളുടെ ഈ കൊഴുപ്പുകൾ കൂട്ടിയാൽ. മിതമായ ജീവിതമാണ് എപ്പോഴും നല്ലത്. അപ്പം അതിന് ഈ ചിന്ത എനിക്ക് വളരെയേറെ കാലുഷ്യമായി. ചെറുപ്പക്കാരിങ്ങനെ ഇപ്പോൾ എല്ലാ ജിംനാസ്റ്റിക്കിലും ആളുകൾ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഇടിച്ചു കയറുകയാണ്. അപ്പോൾ അതിന് ഞാൻ കണ്ടെത്തിയ ഒരു ഉപാധിയാണ് മുരിങ്ങയിൽ നിന്നുള്ള ഈ ക്യാപ്സൂൾസ്. നിങ്ങൾ കണ്ടു കാണും, മെൻ പവർ എന്ന ബ്രാൻഡ് ചെയ്തേക്കുന്ന ഈ മുരിങ്ങയിൽ നിന്നുള്ള ഓർഗാനിക് സസ്യത്തിൽ, അതായത് പാലും ഇതും തമ്മിൽ. അപ്പം നിങ്ങൾ ചോദിക്കും, പാല് വേ പ്രോട്ടീൻ നല്ലതാണെങ്കിൽ പിന്നെ ഇതിനെന്താണ് പ്രത്യേകതയെന്ന് പറഞ്ഞുതരാം. വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിനെ പല രീതിയിൽ കൂടെ അവർ സ്വാംശീകരിച്ച് ശാസ്ത്രബുദ്ധിയാൽ, സാധാരണ പാല് 3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ആ പാല് പുളിച്ചു പോകുന്ന പാലിനെ 30 ദിവസമോ 60 ദിവസമോ ഇരിക്കാൻ പാകത്തിന് കെമിക്കൽ സസ്റ്റൈനബിലിറ്റി വരുത്തിയതാണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പാല്. അതുതന്നെയാണ് അതിൻ്റെ അപക്വതയും. നേരെ മറിച്ച് ഇത് മുരിങ്ങയിൽ നിന്നും എടുക്കുന്നതാണ്. സാധാരണ ഓർഗാനിക് എന്നോ ബയോ എന്നൊക്കെ പറയാം. ഈ മുരിങ്ങയിൽ നിന്ന് എടുക്കുന്ന ഈ സത്ത്, അതിൻ്റെ നിങ്ങൾ കേട്ടാലും മുന്താനെ മുടിച്ചു എന്നൊക്കെ പടത്തിലൊക്കെ നിങ്ങൾ കാണും. മുരിങ്ങയുടെ കുരുവിൽ നിന്നും പൂവിൽ നിന്നും അതിൻ്റെ ഇലയിൽ നിന്നും എടുക്കുന്ന ഔഷധങ്ങളെ ക്രോഡീകരിച്ചിട്ട് യാതൊരു സ്റ്റെബിലൈസറും ചേർക്കാതെ അതേ രീതിയിൽ കൂടെ ഇത് ക്യാപ്സുലൈസ് ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് മസിൽ വളരാനും അതേപോലെ തന്നെ ആനന്ദത്തോടു കൂടിയുള്ള ജീവിതം, അതായത് ശുക്ലവർദ്ധനയ്ക്കും ദഹനപ്രക്രിയ ശരിയാക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് ശരിക്കും ഞാൻ നിങ്ങളോട് മേടിച്ച് കഴിക്കാൻ ആവശ്യപ്പെടുന്നില്ല, പക്ഷേ നിങ്ങൾ കഴിച്ച് നോക്കുക, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങളുണ്ടോയെന്ന്. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ലാക്ടോസ് ഇൻടോളറൻസ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ കണ്ടമാനമുണ്ട്. കാരണം ആൻറ്റിബയോട്ടിക്, സ്റ്റിറോയിഡ്സ് ഒക്കെ കഴിച്ച് ദഹനപ്രക്രിയയിൽ അവർക്ക് ഗട്ട് ബാക്ടീരിയ ഇല്ല യുവതലമുറയ്ക്ക്. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അപ്പം നിങ്ങൾ ഇത് വാങ്ങി പരീക്ഷിച്ച്, ഒരിക്കലെങ്കിലും പരീക്ഷിച്ച് നന്മയുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നന്ദി, നമസ്കാരം.